നമസ്കാരം. ദുരന്തങ്ങൾ ഇങ്ങനെ മഴ പോലെ പെയ്തിറങ്ങുകയാണ്. വയനാട്ടിലെ ദുരന്തത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെ മൺമറഞ്ഞു പോയ, നമ്മളിൽ നിന്നും അകന്നുപോയ എല്ലാവർക്കും ഹൃദയത്തിൽ ചാലിച്ച് ഒരു പിടി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ആദ്യം. നമ്മുടെ പല നേതാക്കന്മാരും, പല രാഷ്ട്രീയ പ്രവർത്തകരും, പല സന്നദ്ധ പ്രവർത്തകരും, രക്ഷാപ്രവർത്തകരും ഒക്കെ അവിടെ ഉണ്ട്. അവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളെ പ്രകീർത്തിച്ച് നമ്മളിലേക്ക് വാർത്തകൾ എത്തിക്കുന്ന ചാനലുകാരും ഒക്കെ അവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ അവിടെ സന്ദർശിക്കുകയുണ്ടായി. ആ സന്ദർശന വേളയിൽ അദ്ദേഹം ഒരു ലഫ്റ്റനന്റ് കേണലാണ്. അദ്ദേഹം പട്ടാളവേഷം ധരിച്ച് ആ ദുരന്തഭൂമി സന്ദർശിച്ചപ്പോൾ ചില ആൾക്കാരൊക്കെ മോശപ്പെട്ട കമന്റുകൾ ഇട്ടു. പട്ടി ഷോ എന്നും അദ്ദേഹത്തിന് ഷോ കാണിക്കാൻ പറ്റിയ സ്ഥലമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടു. അങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാരോട് പറയാനുള്ളത്, പ്രിയ സുഹൃത്തുക്കളെ, അദ്ദേഹം ഒരു ലഫ്റ്റനന്റ് കേണലാണ്. നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണിയെ പോലെ അദ്ദേഹവും ഒരു കേണലാണ്. അദ്ദേഹത്തിന്റെ ബറ്റാലിയനാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം വന്ന് ചുമ്മാ കണ്ടു കറങ്ങി തിരിച്ചിട്ട് പോയതല്ല. അദ്ദേഹത്തിന്റെ തന്നെ ഒരു ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു സംഘടനയിൽ നിന്ന് 3 കോടി രൂപയാണ് അവിടേക്ക് ചിലവഴിക്കാൻ അദ്ദേഹം കൊടുത്തത്. പിന്നെ അവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. ആ സ്കൂള് റീബിൽഡ് ചെയ്യുവാനുള്ള ഒരു കാര്യവും, പിന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ 25 ലക്ഷവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം സംഭാവന ചെയ്തു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആ വ്യക്തികളെയൊക്കെ നമുക്ക് കൈത്താങ്ങായിട്ട് വരുന്നവരെയൊക്കെ ഈ 10,000 രൂപയ്ക്ക് 36 മാസം EMI ഇട്ട് വാങ്ങിയ മൊബൈൽ ഫോണിനുകൊണ്ട് ചെറിയൊരു കമന്റിൽ അവരെ ഒഴിവാക്കി കളയരുത്. നമ്മൾ ആരെയും പ്രകീർത്തിക്കണ്ട, ആർക്കും വേണ്ടി കീജെ വിളിക്കണ്ട. പക്ഷെ ചെയ്യുന്നവരെയൊക്കെ അങ്ങ് വെറും മോശക്കാരാക്കി പ്രവർത്തിപ്പിക്കരുത്. പിന്നെ ഒരാൾ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞു, അവിടെ മഞ്ഞ വസ്ത്രവും ചുവപ്പ് വസ്ത്രവും ഒക്കെ ഇട്ടുകൊണ്ട് വന്നത് എല്ലാം സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കാനാണ്. സുഹൃത്തെ, ഒരു ദിവസം താങ്കൾ അവിടെ നിന്ന് പോകണം. അതല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് പോകുന്ന സമയങ്ങളിൽ മറ്റുള്ള ചാനൽ വാർത്തകൾ വച്ച് ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണണം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്. എന്നിട്ട് സംസാരിക്കണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് ആൾക്കാർ സുമനസ്സുകൾ സംഭാവന ചെയ്യുന്നുണ്ട്. ആ തകർന്നുപോയ കെട്ടിടങ്ങൾക്കടിയിൽ ഇനിയും തന്റെ സ്വപ്നങ്ങൾ കാത്തുവച്ച ആ മൺകൂനകൾക്കിടയിൽ തന്റെ സാമ്പത്തികത്തിന്റെ പെട്ടികളുടെ താക്കോല് പോലും നഷ്ടപ്പെട്ടുകൊണ്ട് ചില ആൾക്കാരെ ഇന്നും അവിടെ ഇവിടെ അലയുന്നുണ്ട്. അപ്പോ അവർക്ക് സാന്ത്വനമേകാനായിട്ട് എന്തെങ്കിലും സഹായിക്കുന്ന ആൾക്കാരെ കൂടെ ഇല്ലാതാക്കാതിരിക്കുക. അതുകൊണ്ട് മോശപ്പെട്ട കമന്റുകൾ ഒഴിവാക്കി നമുക്കും കൂടെ നിൽക്കാം, വയനാടിനൊപ്പം നിൽക്കാം. താങ്ക് യു.